ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിൽ അനീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ചിത്രത്തെ നമുക്ക് കാർട്ടൂൺ പോർട്രേറ്റ് ആക്കി മൊബൈലിൽ തന്നെ പിക്സാർട്ട് ഉപയോഗിച്ച് മാറ്റാം എന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ചിത്രത്തെ കാർട്ടൂൺ പോർട്രേറ്റ് ആക്കി പിക്സാർട്ടിൽ തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. സോ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കാർട്ടൂൺ പോർട്രേറ്റ് ആക്കുന്നതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രത്തെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ അഫ്ലു മച്ചാന്റെ ചിത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർട്രേറ്റിനായി ആവശ്യമുള്ളത് നമ്മുടെ അഫ്ലു മച്ചാനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം ആദ്യമായി ഞാൻ ക്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ടൂൾസിൽ പോവുകയും അതുപോലെ തന്നെ ക്രോപ്പ് എന്ന ഓപ്ഷൻ എടുക്കുകയും ക്രോപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയെ നമുക്ക് ഒരു കാർട്ടൂൺ ഇമേജ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ചെറിയൊരു ഫിൽറ്റർ പിക്സാർട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിൽറ്റർ ഇടുന്നതിനായി എഫക്ട്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ തന്നെ ഏറ്റവും അടിയിലായി മാജിക് എന്ന ഓപ്ഷനിൽ വരുന്ന ബാഡ് ലൈൻസ് എന്ന എഫക്ട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഫിൽറ്റർ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ആർട്ടിസ്റ്റിക് ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു എഫക്ട്സിന് നമ്മുടെ ചിത്രത്തെ ഓവർ സാച്ചുറേറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് ഇമേജ് ലൈറ്റ് ആക്കാതെ സൂക്ഷിക്കുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാർക്കിഷ് ഇമേജ് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ഈ ഒരു ചിത്രത്തെ ക്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനായിട്ട് റൈറ്റ് സൈഡിലുള്ള കട്ടൗട്ട് എന്ന ഓപ്ഷനിൽ കയറുകയും അതിൽ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ അടിയിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയും കട്ട് ചെയ്യേണ്ട ഭാഗത്തു കൂടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഔട്ട്ലൈൻ ഇടണം എന്നൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തു കൂടി വരച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ കുറെ ഭാഗം എല്ലാം സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ആവാത്ത ഭാഗം കൂടി ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് സെലക്ട് ആക്കി കൊടുക്കാം. ഈ ഒരു ക്രോപ്പിംഗ് എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരമാവധി സൂം ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരുവിധം ക്രോപ്പ് ചെയ്യാനുള്ളതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സെലക്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതിനായി അടിയിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും എഡ്ജസ് എല്ലാം ചെറിയൊരു ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നതിനായി അടിയിലുള്ള ഇറേസർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഉപയോഗിച്ച് അതെല്ലാം ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ക്രോപ്പ് ചെയ്യുമ്പോൾ ഉള്ള ചെറിയൊരു ട്രിക്കാണ് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു ഇറേസർ ഉപയോഗിച്ച് ചെറുതായിട്ട് ക്രോപ്പ് ചെയ്ത ഭാഗങ്ങളുടെ എഡ്ജ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ചിത്രത്തെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനായി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം പിക്സാർട്ടിൽ തന്നെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കളർ ബാക്ക്ഗ്രൗണ്ട്സിൽ വൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് പാനലിൽ തന്നെ ഡ്രോ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിനായി റൈറ്റ് സൈഡിൽ തന്നെ ഷേപ്സിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുകയും ഒരു സർക്കിൾ എടുക്കുകയും ചെയ്യുക. ഫിൽ ഓപ്ഷനിലല്ലേ സർക്കിൾ ഇരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഈ ഒരു ഫ്രെയിമിന്റെ സെന്ററിന്റെ കുറച്ച് അടിയിലോട്ടായി സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കുക. ചിത്രത്തിന്റെ ഫേസ് പുറത്തോട്ട് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പൊ അതിനായിട്ടാണ് സർക്കിൾ കുറച്ച് സെന്ററിന്റെ അടിയിലോട്ടാക്കി വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ സർക്കിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചിത്രം ഇടുന്നതിന് മുമ്പായി ടോപ്പ് റൈറ്റിലുള്ള ലെയേഴ്സ് എടുത്തതിന് ശേഷം ഒരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്തൊരു പുതിയ കാര്യം ഈ ഒരു ഡ്രോ എന്ന ഓപ്ഷൻ ചെയ്യുമ്പോഴും പുതിയൊരു ലെയർ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ അഫ്ലു മച്ചാന്റെ ചിത്രം ഇതിലോട്ട് ഇടുകയാണ്. അതിനായി റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും സ്റ്റിക്കർ എന്ന ഓപ്ഷൻ എടുക്കുകയും ചെയ്യുക. അതിനുശേഷം അടിയിലായി മൈ സ്റ്റിക്കേഴ്സ് എന്നൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ച ചിത്രം അതിലുണ്ടാവുന്നതായിരിക്കും. ആ ഒരു ചിത്രം ഇതിലോട്ട് ഇടുകയും അതുപോലെ തന്നെ അതിന്റെ സൈസും കാര്യങ്ങളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാനിവിടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിനെ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മാച്ച് കളയുകയാണ്. അപ്പൊ അതിനായി റൈറ്റ് സൈഡിലുള്ള ഇറേസർ ഓപ്ഷൻ എടുക്കുക. ആ ഒരു ഇറേസർ ഓപ്ഷൻ തന്നെ വീണ്ടും നിങ്ങൾ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ബ്രഷുകൾ കാണാൻ സാധിക്കും. അതിലിപ്പോ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലുള്ള മൂന്നാമത്തെ ബ്രഷ് ആണ് എടുക്കുന്നത്. അതിനുശേഷം അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ശേഷം സർക്കിളിന്റെ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് മാച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്യുമ്പോൾ സൂം ചെയ്ത പോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും സൂം ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ അത് സഹായിക്കും.
അപ്പോൾ ഇവിടെ ഞാൻ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സർക്കിളിന് ഒരു ബോർഡർ കൊടുക്കാനാണ് പോകുന്നത്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ലെയറും കൂടി ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഷേപ്പ് എന്ന ഓപ്ഷനിൽ പോവുകയും സർക്കിൾ സെലക്ട് ചെയ്യുകയും നേരത്തെ നമ്മൾ ഫിൽ എന്നാക്കിയിട്ടുള്ളത് സ്ട്രോക്കിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. പിന്നീട് കളറാണ് മാറ്റുന്നത്. ബ്ലാക്ക് കളറാണ് ഞാനിവിടെ വെക്കുന്നത്. അതിനുശേഷം ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. പിന്നീട് അതൊന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു സർക്കിളിന്റെ ചുറ്റും വരുന്ന പോലെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ചിത്രം ഒന്ന് സൂം ചെയ്തതിന് ശേഷം മേലെയുള്ള ആ ഒരു ബോർഡർ ഇറേസ് ടൂൾ ഉപയോഗിച്ച് മാച്ചെടുക്കുക. ആദ്യം നിങ്ങൾ രണ്ടറ്റവും മാച്ച് കളയാൻ ശ്രമിക്കുക. അതിനുശേഷം സെന്റർ മാറ്റുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മായ്ക്കാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു ടിപ്പ് മാത്രമാണിത്. ഇപ്പൊ ഈ ഒരു സർക്കിളിന് ചുറ്റും ഈ ഒരു ബോർഡർ കൊടുത്തപ്പോൾ ഈ ഒരു ചിത്രത്തിന് നല്ലൊരു സ്റ്റാൻഡേർഡ് എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം കേർവ്സിൽ പോവുക. കേർവ്സിൽ പോയതിനു ശേഷം ചെറുതായിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പിക്ചർ കുറച്ചുകൂടി ഒരു ഡാർക്ക് എഫക്റ്റ് കിട്ടുന്നതിനായി. അപ്പോൾ ഇവിടെ നമ്മുടെ എഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു കാർട്ടൂൺ പോർട്രേറ്റ് ഉണ്ടാക്കുന്നതിനായി പിക്സാർട്ടിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ട് പിക്ചറും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിലും മനോഹരമായ ഒരു ടോപ്പിക്കുമായി കാണുന്നതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിൽ അനീസ്. ബൈ.